ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള എപ്പിസോഡുകളൊക്കെ എല്ലാവർക്കും നിരാശപ്പെടുത്തുന്ന ഒരു തരം എപ്പിസോഡുകളായിരുന്നു. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കാണാൻ തന്നെ തോന്നുന്നില്ല, ഇങ്ങനൊരു ശോകമായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കമലാമ്മയും കൂടി മരണപ്പെട്ടതോടുകൂടി ആൾക്കാർക്ക് അത് കാണാൻ ഒട്ടും താല്പര്യമില്ല എന്നുള്ള രീതിയായി. പക്ഷേ ഇപ്പോൾ അടിപൊളി പ്രമോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തമിഴിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതുപോലെ തന്നെയാണ് കേട്ടോ, തമിഴിലത്തെ പോലെ തന്നെയാണ് കഥ മാറുന്നത്. ഇപ്പോൾ നമുക്ക് മലയാളത്തിലാണെങ്കിൽ വേദ വക്കീലായിരുന്നല്ലോ, പക്ഷേ വേദ തിരിച്ചു വരുന്നത് കളക്ടറായിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഇനി പെട്ടെന്ന് തന്നെ ആയിരിക്കും കേട്ടോ കഥ മൂവ് ചെയ്യുന്നത്. കാരണം കൊച്ചിന് 5 വയസ്സായതിന് ശേഷമാണ് വിക്രവും വേദയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ആ ഭാഗങ്ങൾ വെച്ചിട്ടായിരിക്കും ഇനി ഒരു 5 എപ്പിസോഡോട് കൂടിയിട്ട് നമ്മുടെ കൊച്ചിൻ്റെ ചെറുപ്പ ഭാഗങ്ങളും മറ്റുള്ളതൊക്കെ കഴിയുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രമോ കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നൊരു ഭാഗം തന്നെയാണ്. പക്ഷേ എല്ലാ ദിവസവും ഇല്ല എന്നുള്ളതും ടി വിയിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വിഷമായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഞാൻ 5 എപ്പിസോഡ് ഒരുമിച്ചാണ് തിങ്കളാഴ്ച ഇടാറുള്ളത്. അപ്പോൾ അതിനുശേഷം എല്ലാവരും ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പിസോഡുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്ന് ഇടുമെന്ന്. അപ്പോൾ പരമാവധി ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ഇട്ടിട്ട് അത്രയ്ക്ക് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. അടുത്ത ആഴ്ച തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ എപ്പിസോഡ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇടാം. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ എന്തായാലും പറയണം കേട്ടോ. ഓരോ എപ്പിസോഡും ഡീറ്റെയിൽഡ് ആയിട്ട് ഇടണം. തിങ്കളാഴ്ച നമ്മൾ 5 എപ്പിസോഡ് ഒരുമിച്ച് ഇട്ടാലും ഡീറ്റെയിൽഡ് ആയിട്ട് ഇടണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പറയണേ. അങ്ങനെ നമ്മുടെ തരുണിന് കുഞ്ഞിനോടുള്ള അടുപ്പം കൂടി വരുന്നത് വേദനയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം കുഞ്ഞിൻ്റെ അച്ഛൻ തരുണല്ല എന്നുള്ളൊരു കാര്യം തുറന്നു പറയാനായിട്ട് വേദയ്ക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല. പക്ഷേ പലതവണ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിന് സാധിക്കുന്നില്ല. കാരണം തരുണിന് കുഞ്ഞിനോടുള്ളൊരു ഭയങ്കര ഭ്രാന്തമായിട്ടുള്ളൊരു ഇഷ്ടം കാണുമ്പോൾ വേദയ്ക്ക് പറയാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി വേദ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അമ്മ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് എന്തായാലും പതുക്കനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എന്തായാലും നമുക്ക് മോള് ഒറ്റയ്ക്കിനി കുഞ്ഞിനായി വളർത്തണം, ഒറ്റയ്ക്ക് ജീവിക്കണം, അപ്പം നല്ലൊരു ജോലി വേണം. അങ്ങനെ പിന്നെ നമ്മളോട് എതിർത്തവരൊക്കെ നമുക്ക് ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളായിട്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മുറിയിലേക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത്. അവരുടെ വീട്ടിൽ തന്നെ ഒരു മുറി. അപ്പോൾ IAS ആവാനായിട്ടുള്ള, അതായത് കളക്ടർ ആവാനായിട്ടുള്ള ബുക്കും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു മുറിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേദയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ വേദ കളക്ടർ ആവാനായിട്ടുള്ള പഠനം തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും തരുണിനോട് തുറന്ന് പറയൂല കൊച്ച് തരുണിൻ്റെ അല്ല എന്നുള്ള കാര്യം. കാരണം കൊച്ചിനെ എങ്ങനെയെങ്കിലും വളർത്തണം. അപ്പോൾ എന്തായാലും വേദയ്ക്ക് ഒരു ജോലിയും വേണം. അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനോടും അതുപോലെ തനിക്കെതിരെ കളിച്ചവരോടൊക്കെ പ്രതികാരം ചെയ്യണം. അപ്പോൾ കളക്ടറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വേദയ്ക്ക് അതിന് സാധിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് കേട്ടോ. അങ്ങനെ വേദ കളക്ടർ ആവാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിനുള്ള പഠനങ്ങളും കാര്യങ്ങളും എല്ലാതും അവർ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ. തരുണിൻ്റെ അമ്മ ശരിക്കും സ്വന്തം മോളെ പോലെയാണ് വേദനെ കാണുന്നത്. ഈ സമയത്ത് മോളാണെന്നുണ്ടെങ്കിൽ വേദ അമ്മയും തരുൺ അച്ഛനും എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ സ്നേഹിച്ച് വളരുന്നതും. അങ്ങനെയാണ് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട്, അതായത് വേദയ്ക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. അതുപോലെ തന്നെ നമ്മുടെ തരുണിനും നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് 2 പേരും കൂടിയിട്ട് വരുന്നത്. തമിഴിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ വേദ നാട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് വിക്രം ജയിലിൽ ഇറങ്ങുന്ന ഒരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് വിക്രം നേരെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ശ്രീകാന്തിൻ്റെ കാലും കൈയൊക്കെ തല്ലി ഒടിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വിക്രമിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വിക്രമും പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും കൂടി ആകുമ്പോൾ ഉറപ്പായിട്ടും നമുക്കിനി നല്ല നല്ല എപ്പിസോഡുകൾ തന്നെയാണ് കാണാൻ പറ്റുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പക്ഷേ വിക്രമിന് അറിയില്ല ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം. പക്ഷേ ശ്രീകാന്തിന് അതിന് സംശയമാവാണ് കേട്ടോ. ഇവരുടെ ഇടയിൽ ഒരു കുഞ്ഞെന്നുള്ള സംഭവം വരുമ്പോൾ. മാത്രമല്ല വേദയും തരുണും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തമിഴിൽ. വേദ തരുണുമായിട്ട് ഒരുമിച്ച് ജീവിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ വിക്രമിനാണ് അറിയാം വേദനെ. അതുകൊണ്ട് തന്നെ വിക്രം പറയാതെ തന്നെ ആ കൊച്ചിനായിട്ട് അടുപ്പാവാണ് കേട്ടോ. സ്കൂളിലൊക്കെ പോകുമ്പോൾ വിക്രം തൻ്റെ മകളാണെന്നോ അല്ലെങ്കിൽ വിക്രം അതിൻ്റെ അച്ഛനാണെന്നോ കൊച്ചു ഒന്നും തിരിച്ചറിയാതെ തന്നെ 2 പേരും കൂടി വളരെ അടുപ്പാവാണ് കേട്ടോ.
അങ്ങനെ വിക്രമ് കൊച്ചിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ വിക്രമിന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് തൻ്റെ കൊച്ചാണെന്നുള്ള കാര്യം. തമിഴിലൊക്കെ അങ്ങനെ തന്നെയാണ്, ആരും പറയാതെ അറിയാതെ തന്നെ വിക്രമ് മനസ്സിലാക്കുന്നുണ്ട് ഇത് തൻ്റെ മോളാണെന്നുള്ള കാര്യം. അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ തമിഴിൽ നിന്ന് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശ്രീകാന്തിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രതികാരവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരുങ്ങും. ഇതേ സമയം വേദയും വിക്രമും തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ വേദ കളക്ടറായിട്ടാണ് വരുന്നത്. അപ്പോൾ നിയമം വഴി ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ തകർക്കാനുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. പക്ഷേ വേദ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിക്രമിൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല. അവർ വേറൊരു വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത്. വിക്രമല്ല, വേദയും തരുണും അമ്മയും കുഞ്ഞും കൂടിയിട്ട് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ അമ്മയ്ക്ക് അറിയാലോ ഈ വിക്രമിൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം. അങ്ങനെ തരുണിനല്ല വിക്രമിനെ കാണിക്കാനൊക്കെ ആയിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്, കുഞ്ഞും വിക്രം തമ്മിൽ കടപ്പുറത്ത് കളിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കുഞ്ഞിനെ വിക്രമിൽ നിന്ന് അകറ്റാനായിട്ടാണ് വേദ ശ്രമിക്കുന്നത്. കാരണം കുഞ്ഞു വിക്രമിൻ്റെ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാന്ത് വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം വേദയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. വിക്രമിനോട് തുറന്ന് പറയുന്നില്ല ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ വേദയും വിക്രമും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുകയും അവർ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. പക്ഷേ വിക്രമിന് അതിൻ്റെ ഇടയിൽ തമിഴിൽ വേദയ്ക്ക് അപകടമൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ലാസ്റ്റ് കൊച്ചിനോട് പറയുന്നത് ഇങ്ങനെ വിക്രമിൻ്റെ കൊച്ചാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. വേദ കളക്ടറായിട്ട് വരും ഒരു പ്രതീക്ഷയും ശ്രീകാന്തിന് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ശങ്കരനാരായണനാണെന്നുണ്ടെങ്കിൽ വിക്രമിന് വേണ്ടിയിട്ട് വാദിച്ച് ഈ ശിക്ഷ ജീവപര്യന്തം എന്നുള്ള ശിക്ഷ 5 വർഷത്തേക്ക് മാറ്റിയിട്ടൊക്കെയാണ് വിക്രമിനെ പുറത്തിറക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കേസ് പുനരന്വേഷണം വേണമെന്നുള്ളതൊക്കെ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ശങ്കരനാരായണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദർശനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിക്രമിനെ പൂട്ടാനായിട്ടാണ് കേട്ടോ ശ്രമിക്കുന്നത്. അതായത് വരുണിൻ്റെ കൊലപാതകം കൂടി വിക്രമിൻ്റെ തലയിൽ കെട്ടി വെക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ദർശൻ്റെ നീക്കങ്ങൾ. അതിനാണ് ശ്രീനിവാസൻ്റെ തോക്ക് ഉപയോഗിച്ചിട്ടാണ് വിക്രമ് അനിയൻകുട്ടനെ കൊന്നത്, അതുപോലെ തന്നെ ചന്ദ്രശേഖരനെ കൊന്നത് എന്നുള്ള രീതിയിലേക്ക് ദർശൻ കേസിനെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ആ തോക്ക് ശ്രീനിവാസൻ്റെ തോക്ക് എങ്ങനെ ഇവരെ കയ്യിലെത്തി എന്നുള്ളതിന് ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നത്. എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് ഇഷ്ടമില്ലാത്ത, അതായത് കുറച്ച് വിഷമമുള്ള എപ്പിസോഡുകളൊക്കെ അമലാമ്മ മരണപ്പെടുന്നതും വിക്രമും വേദയും തമ്മിലുള്ള അകൽച്ചയും ഒക്കെ ആയിട്ടുള്ള എപ്പിസോഡുകളാണ് കാണാമെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് വരുന്ന എപ്പിസോഡുകളൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൂവി സ്റ്റൈലൊക്കെയാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡുകളൊക്കെ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ ദിവസവും ഇല്ല എന്നുള്ളൊരു വിഷമം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും 5 എപ്പിസോഡ് വരുമ്പോൾ നമ്മൾ ഈ തിങ്കളാഴ്ച എന്തായാലും മറക്കാതെ ഇടാം. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ എപ്പിസോഡുകളും ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ.